ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂർ സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറച്ച് നാൾ കൊണ്ട് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായിരിക്കുന്ന പടമാണ് കിൽ എന്നുള്ളത്. സോ എനിക്കൊന്ന് തിയേറ്ററിൽ വന്നപ്പോഴും റിവ്യൂവേഴ്സ് എല്ലാം ഭയങ്കര അഭിപ്രായമാണ് ഇട്ടത്. പക്ഷെ ഞങ്ങൾ എന്തോ അത് പടം കാണാൻ പോയില്ല. പക്ഷെ ഇപ്പൊ അത് ഓർത്ത് ഭയങ്കര വിഷമം. എന്നുവെച്ചാൽ അത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു. അതെ, എന്നുവെച്ചാൽ OTT കണ്ടിട്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്ത്, നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ഈ വയലൻസ് മൂവീസ് പല പല ലാംഗ്വേജിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് ഇമോഷണലി ഈ സിനിമ ഒരുപാട് കണക്ട് ആയിട്ടുണ്ട്. നമുക്ക് ആ ഈ ചില സീൻസ് ഒക്കെ വരുമ്പോ നമ്മൾ കൈയടിച്ചു അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, കാണിക്കുന്നത് വയലൻസ് ആണെങ്കിൽ നമ്മൾ അത് ആസ്വദിക്കുന്നത് ഇല്ലേ, വയലൻസ് കണ്ടിട്ട് ആസ്വദിക്കുന്നത് തന്നെയൊക്കെ ആദ്യമായിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് തന്നൊരു സിനിമ തന്നെയായിരുന്നു കിൽ എന്നുള്ളത്. അപ്പൊ അതിന്റെ ഇപ്പൊ ഒരു PK ട്രോൾസ് വീഡിയോ വന്നിട്ടുണ്ട്. എനിക്കത് 2-3 ദിവസം ആയിട്ടുണ്ട് അവർ ആ വീഡിയോ ഇട്ടിട്ട്. നമ്മളും ഈ സിനിമ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ട്, വയലൻസ് സിനിമ ആയതുകൊണ്ട് കാണാൻ തന്നെ ഒന്ന് മടിച്ചാണ്. നമ്മൾ കാണുമെന്നുണ്ടെങ്കിലും ഒന്ന് മടിച്ചു നിന്ന് ഈ ഒരു സിനിമ ആണ്. പിന്നെ 2-3 ദിവസം സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കരമായിട്ട് ഡിസ്കഷൻ കൂടിയപ്പോഴാണ് ഈ ഒരു സിനിമ എന്നാ കണ്ടു കളയാമെന്ന് നോക്കിയത്. അങ്ങനെ കണ്ടപ്പോഴാണ് ആ സിനിമ എന്താണ് തിയേറ്ററിൽ മിസ് ചെയ്തിട്ട് ചോര തെറിക്കുന്നതൊക്കെ ആവേശത്തോടെ കണ്ടത് ഇല്ലേ, അതൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടതിനകത്ത് നായകൻ ഇല്ലേ, പിന്നെ വില്ലൻ ആ പണ്ടത്തെ സ്ലോ മോഷൻ വീഡിയോ ഒക്കെ ഒത്തിരി വൈറലായ, അത് ഞാൻ ഈ ഇടയ്ക്ക് സെർച്ച് ചെയ്തപ്പോഴാണ്. ഡാൻസറാണ്. അപ്പൊ പുള്ളിയൊക്കെ എല്ലാരും നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പിന്നെ ടെക്നിക്കലി ഈ സിനിമ കിടിലം പടം തന്നെയാണ്. ഇപ്പൊ തിയേറ്ററിൽ മിസ്സായതിന്റെ ഒരു വിഷമമുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു നോക്കാം. PK ട്രോൾസിന്റെയാണ് ആ വീഡിയോ കണ്ടു നോക്കാം. ഫ്ലാഷ് ബാക്ക്. മക്കൾ ഇടി കണ്ടോ? നല്ല ചങ്ക് പൊളിക്കണ ഇടി. വാടാ, കളത്തിലൊന്നും ഇറങ്ങണ്ട, ബാൽക്കണി ഇരുന്നങ്ങ് കണ്ടാ മതി. കൽക്കി തിയേറ്ററുകളെ കീഴടക്കി മുന്നേറുന്നതിനിടയിൽ ഒരു പുതുമുഖ നടന്റെ ചിത്രം തിയേറ്ററിൽ എത്തിയിട്ടുണ്ടെന്നും അടിയോടടിയാണ് ചിത്രമെന്നും ഹിന്ദി അറിയാത്തവരോട് അടിക്കെന്ത് ഭാഷയെന്നും മറിച്ച് സിനിമാ പ്രേക്ഷകരിലേക്ക് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു, അത് നമ്മളെ ഫുൾഫിൽ ചെയ്തിട്ട് ആ തിയേറ്ററിൽ നമുക്ക് ഇറങ്ങാൻ പറ്റൂ. ആ പടം നമുക്കത് തരും എന്ന വിശ്വാസം എനിക്കുണ്ട്. കിൽ. അങ്ങനെ സൈലന്റ് ആയി വന്ന് സ്ക്രീനിൽ ചോരപ്പുഴ ഒഴുക്കി. ഇന്ത്യ പാക് യുദ്ധം പോലെ ഇങ്ങനൊരു ഏറ്റുമുട്ടൽ ഞാൻ കാണുന്ന നടാരെ. ബോളിവുഡിലെ ഏറ്റവും വയലൻസ് ഉള്ള ചിത്രം എന്ന ഖ്യാതി കിൽ നേടുകയും അതിലെങ്ങനെ എന്തെങ്കിലും ഇന്ത്യ ഒന്ന് വിവരം തരുമോ? കൃഷ്ണ എന്തേ എടോ, തന്നോട് ഞാൻ 16 പ്രാവശ്യം നല്ല പടമാണ്, ധൈര്യമായി കേറി കണ്ടോ എന്ന് പറഞ്ഞതല്ലേ. കിൽ എന്ന ഈ ഒരു പടം ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ മൂവി ഐ ഹാവ് സീൻ അറൌണ്ട് ദി ഗ്ലോബ്. ഇന്ത്യൻ പടത്തിൽ നിന്നല്ല, മൊത്തത്തിലുള്ള ഇൻ ദി വേൾഡ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് ആക്ഷൻ, ബ്രൂട്ടൽ ആക്ഷൻ മൂവി കില്ല് എന്നാണല്ലോ സിനിമയുടെ പേര്. കറക്റ്റ് ആപ്റ്റായിട്ടുള്ള കില്ല്. ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള പേര് ഇടാനില്ല. നല്ലോണം ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്, അതിന്റെ ഇരട്ടിക്ക് ഇരട്ടി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാല് കുത്തി കീറല്, തീപിടുത്തം, പരിപാടി ഒന്നും പറയണ്ട. നമ്മളിങ്ങനെ ആ ടൈപ്പ് സാധനമാണ്. ഒരു അബദ്ധം പറ്റിപ്പോയി, നീ ഉണ്ടാവില്ല. തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കെ തന്നെ ചിത്രം OTT-യിലും എത്തി. മതി ഗോപാലകൃഷ്ണ, മതി. എനിക്ക് ഇപ്പൊ അവരെ കാണണം, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. പുറപ്പെട്. പിന്നെ പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. എന്താ പറയേണ്ടത്, നമ്മളതിങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു ഇത് ഇപ്പോഴും വിട്ടുമാറുന്നില്ല. ഭയങ്കരമാണോ ഭയങ്കരം. കിൽ വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിച്ചതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്താന്ന് വെച്ചാ പറയടാ. ഇന്ത്യയിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച ആക്ഷൻ സിനിമ. ശരിക്കും അതുള്ളതാ. ചോരക്കളി കൊണ്ട് A-റേറ്റ് സർട്ടിഫിക്കറ്റ്. ചിത്രത്തിന്റെ ഹോളിവുഡ് റീമേക്ക് റൈറ്റ്സ് വാങ്ങിച്ചത് ജോൺ വിക്ക് എന്ന വിഖ്യാത ചിത്രത്തിന്റെ സൃഷ്ടാക്കൾ. കറക്കം ഔട്ട് ഓഫ് സ്റ്റേറ്റ് വിട്ട് ഔട്ട് ഓഫ് നേഷൻ വരെ എത്തി. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇന്നല്ല
ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് കിൽ ആദ്യമായി പ്രീമിയർ ചെയ്തത്. കൽക്കി തിയേറ്ററിൽ തിളങ്ങുമ്പോഴും ഹിറ്റടിച്ച ചിത്രം. ഒരു പുതുമുഖ നടന്റെ അസാധ്യ പ്രകടനം. അങ്ങനെ പേരുകൾ ഒരുപാടുണ്ടാവും. ഈ പടത്തിന്റെ ഡയറക്ടർ അവന്റെ പേരെടുത്ത് പറഞ്ഞേ പറ്റുള്ളടേ, നിഖിൽ നാഗേഷ് ഭട്ട്. സാറേ നിങ്ങൾ മരണമാസാട്ടോ. ഡാഡി ഇവനെ വിട്ട് കളയരുത്. ദാണ്ടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ചിത്രം കണ്ടവർക്ക് പറയാനുണ്ടായിരുന്ന കാര്യം നായകനെ എത്തിയ ആളെക്കുറിച്ചായിരുന്നു. സാധാരണ ബോളിവുഡ് നടന്മാരെ പോലെ തന്നെയുള്ള താരശരീരം തന്നെയാണെങ്കിലും മെയ്വഴക്കമുള്ള ആക്ഷൻ നായകനെ അനുസ്മരിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കടത്തനാടൻ അമ്പാടിയാണെന്ന് തോന്നുന്നത്. ഓരോ ജംഗ്ഷനിൽ എന്നാ കൊളുത്തി. അവൻ ഡൽഹിക്കാരനായ ലക്ഷ്യ എന്നറിയപ്പെടുന്ന ലക്ഷ് ലാൽവാൻ. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. ലക്ഷ്യ ചെയ്ത നായക കഥാപാത്രം കഴിഞ്ഞാൽ ഞെട്ടിച്ചത് രാഘവ് ജ്വാല ചെയ്ത വില്ലൻ കഥാപാത്രമാണ്. എന്റെ അമ്മോ, ഒരു സൈസ് സാധനം. फेस वॉश का इस्तेमाल करती हैं मैं। इनको तो हटाओ आगे से. प्रकाशित हो रहा है चेहरा, देखो तो जरा. एक्सक्यूज मी अंकल. पीछे. അന്യായ മുതൽ, അതായത് ഒരു ചൊറിയൻ സാധനം. അതോടൊപ്പം നമുക്ക് അത്ര ഇറിറ്റേഷനും വെറുപ്പും ഉണ്ടാകുന്ന ഒരു വൃത്തികെട്ട കഥാപാത്രം. नाम क्या था उनका? विराट. पहले बताते तो नाम मारते. विराट के तो बहुत बड़े प्रशंसक हैं. सिट. ഓടിച്ചെന്ന് മുതുകത്തൊരു ചവിട്ട് കൊടുക്കാൻ പോകുന്നു. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് രാഘവ് ജ്വാല ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. സംവിധായകൻ തന്നെ രചന നിർവഹിച്ച ചിത്രത്തിലെ കഥ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, നിങ്ങൾ ഉത്തരം ആലോചിച്ചാൽ അതൊരു ട്രെയിൻ. ആ ട്രെയിനിന്റെ അകത്ത് 2 NST കമാൻഡോസ് കയറുകയാണ്. ഒരു കൊള്ള സംഘവും കൂടെ കയറുന്നു. ഇത് തന്നെ ബാൻഡിറ്റ്സ് മോഷ്ടിക്കാൻ വേണ്ടി കയറിയാൽ എങ്ങനെ ഇരിക്കും? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെയുള്ളത് കണ്ടു തന്നെ അറിയണം. വലിയ ബജറ്റിൽ നിർമ്മിച്ച് കോടികൾ മുടക്കി PR ചെയ്ത് ബോക്സ് ഓഫീസിൽ ദയനീയമായി പരാജയപ്പെടുന്ന ചിത്രങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന കാഴ്ചയാണ് ബോളിവുഡിൽ നിന്നും അടുത്തിടെയായി കാണുന്നത്. നാഗേഷിനെ പോലെയുള്ള സംവിധായകരും കില്ല് പോലെയുള്ള സിനിമകളും കാലത്തിനൊപ്പം ചൂടുവെക്കാൻ പെടാപ്പാട് വിടുന്ന ഹിന്ദി സിനിമാ ലോകത്തിന് ഒരു പ്രതീക്ഷ തന്നെയാണ്. അങ്ങനെ മിടുക്കന്മാര് വരട്ടെ. ഈ നാടകം താരടൻ തറവാട്ട് സ്വത്തല്ലെന്ന് കാണിച്ചു കൊടുക്കാൻ ഇതുപോലുള്ള നവമുകുളങ്ങൾ വിരിയട്ടെ. ചിത്രം ഇന്ത്യക്ക് പുറത്ത് OTTയിൽ എത്തിയെങ്കിലും തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് വേട്ട അവസാനിപ്പിക്കാൻ ഇനിയും സമയമെടുക്കും. ഇനി നടക്കപ്പോറത് യുദ്ധം. കില്ല് സിനിമ പോലെ തന്നെ ഈ PK ട്രോൾസ് നമ്മളെ ഞെട്ടിച്ചല്ലേ. അടിപൊളിയായിട്ട് അവർ ചെയ്തായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. ആപ്റ്റായിട്ടുള്ള ഡയലോഗ്സും പരിപാടികളൊക്കെ ഈ ഒരു ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. പിന്നെ സിനിമയെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല, കണ്ടവർക്കറിയാം. പിന്നെ കാണാത്തവരോട് പറയാനുള്ളത്, നിങ്ങൾ വയലൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ മടിച്ചിരിക്കേണ്ട, തീർച്ചയായിട്ടും കാണും. വെച്ചാൽ നമ്മൾ ആ വയലൻസിനെ ഇഷ്ടപ്പെടും. വെച്ചാൽ സിനിമ നമ്മൾ അത് ആ രീതിയിൽ ഞാനിങ്ങനെ ഇരുന്ന് കണ്ട് പിരിഞ്ഞു. എനിക്കത് ഭയങ്കര ആവേശമായി. ആ ഒരു ഇന്റർവെൽ കഴിയുമ്പോഴാണ് വയലൻസ് കൂടുന്നത്. പക്ഷെ ഇന്റർവെൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ സിനിമയിലോട്ട് ആയിപ്പോകും. പിന്നെ നമുക്ക് വയലൻസ് കാണുന്ന ഒരു ഹരമായിട്ടല്ല, നമുക്ക് അങ്ങനെ ചെയ്താൽ പോലെ ഇനിയും കൂടുതൽ ചെയ്യണം എന്നുള്ള തോന്നലൊക്കെ. ക്ലൈമാക്സിലൊക്കെ നമ്മൾ തന്നെ പറഞ്ഞു, ആ വില്ലനെ കുറച്ചും കൂടെ ആ ഒരു വേണമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോയി. കുറച്ചുകൂടെ വയലൻസ് അവിടെ കാണിക്കാമെന്നൊക്കെ ഫീൽ ചെയ്തു. അപ്പൊ നമ്മൾ ആ രീതിയിലോട്ട് ആ സിനിമയിലോട്ട് ഇവര് കണക്ട് ചെയ്ത് അടുപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ വലിയ വിജയം എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ ഈ സിനിമ വയലൻസ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരോട് ഈ സിനിമ നിങ്ങൾ കണ്ടു നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ കുട്ടികളുള്ള അങ്ങനെ കാണാതിരിക്കും നല്ലത്. അല്ലാതെ ഇപ്പം 18+ മൂവിയാണ്. അപ്പൊ അങ്ങനെയുള്ളവർ തന്നെ ഈ ഒരു സിനിമ മാക്സിമം കാണാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത്, കുറെ നാളിന് ശേഷമാണ് ഹിന്ദി മൂവി അല്ലെ. ഹിന്ദി മൂവി നമുക്ക് ഒരുപാട് പടങ്ങൾ ഞങ്ങൾ ചില സിനിമകൾ കണ്ടിട്ട് പോലും ഇല്ല. എന്ന് വെച്ചാല് നമുക്ക് കാണാൻ തോന്നുന്നില്ല. അപ്പൊ അതിന്റെ റിവ്യൂ കേട്ടിട്ടാണെങ്കിലും പിന്നെ അതിനകത്ത് കുറെ ക്ലിപ്സും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമയോട് തന്നെ നമുക്ക് കാണാൻ തോന്നാത്തൊരു ഒത്തിരി. ഇപ്പൊ ഹിന്ദി സിനിമയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു പടം തന്നെ ഇപ്പൊ വന്നിരിക്കുന്നത്. കുറെ നാളത്തെ ഗ്യാപ്പിന് ശേഷം. ഇപ്പം ഷാരൂഖ് ഖാന്റെ 2 പടങ്ങൾ ഹിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ആ സിനിമ ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലി അത് ഒരുപാട് ഒരു ആവറേജ് മൂവിയായിട്ട് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പടം വന്നപ്പോഴത്തേക്ക് ഒരുപാട് നാളെ ശേഷം നല്ലൊരു സിനിമ കണ്ടൊരു ഫീല് നമുക്ക് ഹിന്ദി ബോളിവുഡിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും കാണാത്തവരെല്ലാം കാണുക. കിടിലം പടമാണ്. PK ട്രോൾസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് PK ട്രോൾസിന്റെ ഒക്കെ കുറെ വീഡിയോസ് ഒക്കെ അല്ലേ നമുക്ക് കാണണം. അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.